ചേന്നമംഗലം കൂട്ടക്കൊലപാതക കേസിൽ പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചു. പറവൂർ മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ സമർപ്പിച്ചത്. പ്രതി ഋതുവിനെ 4 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് ആവശ്യം. കസ്റ്റഡി അപേക്ഷ കോടതി മറ്റന്നാൾ പരിഗണിക്കും. ശരൺ വിശദാംശങ്ങൾ നൽകും. ശരൺ, നാടിനെ നടുക്കിയ കൂട്ടക്കൊലപാതകത്തിൽ എങ്ങനെയൊക്കെയാണ് പോലീസിന്റെ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്? അതായത് മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. പറവൂർ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചത്. കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച മറ്റന്നാൾ കോടതി പരിഗണിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തതിനിടയിൽ ഈ പ്രതിയായ ഋതു ജെയിൻ പറഞ്ഞത് തന്റെ സഹോദരിയെ കുറിച്ച് പരിക്കേറ്റ ജിതിൽ മോശമായി സംസാരിച്ചിരുന്നു. ഈ ഒരു പ്രകോപനത്തിലാണ് താൻ വലിയ കൊലപാതകത്തിലേക്ക് കടന്നതെന്നുള്ളതാണ്. എന്തായാലും അത് മാത്രമാണോ മറ്റെന്തെങ്കിലും പ്രേരണ ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടോ എന്നുള്ളത് പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ മറ്റ് തെളിവെടുപ്പടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് 4 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നുള്ള ആവശ്യം അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡി അപേക്ഷ മറ്റന്നാൾ കോടതി പരിഗണിക്കും. ഇതോടൊപ്പം തന്നെ നമുക്കറിയാം, നേരത്തെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് റൂറൽ പോലീസ് രൂപം നൽകിയിരുന്നതാണ്. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇത് അന്വേഷിക്കുന്നത്. ഇനിയുള്ള ബാക്കിയുള്ള നടപടികൾ, അതായത് കേസിൽ കൂടുതൽ പ്രതികളില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പ്രത്യേകിച്ച് പ്രതി ഋതു ജെയിൻ മാത്രമാണ് പ്രതി. മറ്റ് ആരുടെയെങ്കിലും സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതിൽ ഒന്നും തന്നെ പോലീസിന് സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇനി ഋതു ജെയിനെ കേന്ദ്രീകരിച്ചുള്ള കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങാനാണ് അന്വേഷണം തീരുമാനിച്ചിരിക്കുന്നത്. ശരി ശരൺ.